ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ആരാകാനാണ് ആഗ്രഹം? മോഹൻലാലിനോട് ചോദിക്കാം, മമ്മൂട്ടിയോട് ചോദിക്കാം, മറ്റ് നടന്മാരോട് ചോദിക്കാം, നടിമാരോട് ചോദിക്കാം. ഇവരൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ടീച്ചർമാർ ഇവരോട് ചോദിച്ചിരിക്കാം. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമാണ്. താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ച ആഗ്രഹമായിരിക്കുന്നില്ല ചിലപ്പോൾ കോളേജിൽ ചെല്ലുമ്പോഴാണ്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ കലാരംഗത്ത് അങ്ങനെയും സംഭവിക്കാറുണ്ടെന്ന് അറിയും. കലാരംഗത്തും ചില പാട്ട് പഠിക്കാൻ ആഗ്രഹിച്ചവർ, നടനാവാൻ ആഗ്രഹിച്ചവർ, സംവിധാനം ആഗ്രഹിച്ച് ഇവരൊക്കെ അങ്ങനെ ആഗ്രഹിച്ച് വന്ന പലരും സിനിമയിൽ ഒന്നുമാകാതെ പോയവരുണ്ട്. അതേ സ്ഥാനത്ത് ഒന്നുമാകില്ല എന്ന് വിചാരിച്ചവർ എന്തൊക്കെയോ ആയി പോയിട്ടുണ്ടെന്ന് ആലോചിക്കണം. ഇപ്പം നമുക്ക് ഇന്നിപ്പോൾ മോഹൻലാലിനെ കുറിച്ച് പറയാം. മമ്മൂട്ടിയെക്കുറിച്ച് മമ്മൂട്ടി വക്കീലായിരുന്നു ആലോചിക്കാം. വക്കീലാകാൻ പഠിച്ചിട്ടുള്ളത് 4 വർഷം തിരഞ്ഞെടുത്ത് പ്രശസ്തനായ വക്കീലായി പണം സമ്പാദിച്ച് ഗ്ലാമർ ജോലിയാണല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് മമ്മൂട്ടി അതിന് പോയത്. ഇപ്പോൾ മോഹൻലാൽ എടുക്കുക. മോഹൻലാൽ നല്ല വലിയ കുടുംബ ഉദ്യോഗസ്ഥൻ്റെ മകനായി ജനിച്ച ആളാണ് മോഹൻലാൽ. മോഹൻലാൽ ഇങ്ങനെ തിരുവനന്തപുരം ബെൽറ്റ്, അതായത് പത്തനംതിട്ട ജില്ലയിലാണ് ജനിച്ചതെങ്കിലും തിരുവനന്തപുരം ബെൽറ്റിൽ ഒതുങ്ങി അവിടെ മോഹൻലാലിൻ്റെ അച്ഛന് സെക്രട്ടറിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായതുകൊണ്ട് അവിടെ തിരുവനന്തപുരത്ത് താമസിച്ച് സുഖമായിട്ട് ജീവിക്കുകയാണത്. പക്ഷെ അതിനിടയിൽ ഈ ഇദ്ദേഹത്തിന് അമ്മ പാടുമായിരുന്നു. ശരി, സംഗീതം പഠിച്ചിട്ടുള്ള മോഹൻലാലിൻ്റെ അമ്മ. അപ്പോൾ മോഹൻലാലിൻ്റെ ചേട്ടനുണ്ട് പ്യാരിലാൽ. പ്യാരിലാലെ മോഹൻലാലിനെ ഇടവും വലവും നിർത്തിക്കൊണ്ട് അമ്മ ഇങ്ങനെ പാട്ടൊക്കെ പഠിപ്പിക്കുമായിരുന്നു, പാട്ട് കേൾപ്പിക്കുമായിരുന്നു. ഈ സംഗീതത്തിൻ്റെ ടേസ്റ്റ് തന്നെ അച്ഛനും ഉണ്ടായത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അവർ 4 പേരും സംഗീതം നിറഞ്ഞ ഒരു കുടുംബത്തിലെ മെമ്പർമാരാണ്. അപ്പോൾ അന്ന് മുതലാണ് ചെറിയ ചെറിയ പാട്ടുകൾ പാടിയ മോഹൻലാലിന് തനിക്ക് ഭാവിയിൽ ഒരു യേശുദാസ് ആവണം എന്നൊരാഗ്രഹം ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് ആരാകണം എന്നുള്ള ചോദ്യത്തിന് മോഹൻലാലിൻ്റെ ഉത്തരം എനിക്ക് യേശുദാസ് ആവണം, യേശുദാസിനെ പോലെ പാടണം എന്നുള്ള ആഗ്രഹമായിരുന്നു മോഹൻലാൽ ഉണ്ടായിരുന്നത്. അപ്പോൾ മോഹൻലാൽ എവിടെ എത്തി നിൽക്കുന്നു? യേശുദാസ് ആയോ? അവിടേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ അഭിനയിക്കും, പാട്ട് പാടും, പാട്ട് മത്സരത്തിൽ പങ്കെടുക്കും, സമ്മാനം കിട്ടുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അഭിനയ രംഗത്ത് വന്നപ്പോഴെന്താ? അഭിനയ രംഗത്ത് വന്നപ്പോൾ അവിടെ പാടണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അഭിനയത്തിൻ്റെ കാര്യത്തിൽ രക്ഷപ്പെട്ടു പോയത്. ഒരു നടൻ എന്ന രീതിയിലാണ് മോഹൻലാൽ അറിയപ്പെട്ടത്. മോഹൻലാൽ നടനായി വളർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും തൻ്റെ മനസ്സിലെ ഒരാഗ്രഹമുണ്ട്, ഒരു പിന്നണി ഗായകനാകാനുള്ളൊരാഗ്രഹം. ആ ആഗ്രഹം ഉപേക്ഷിച്ചിട്ടില്ല. അത് എവിടെ എപ്പോൾ പ്രയോഗിക്കും? ഇപ്പം അഭിനയിക്കുന്നതിനിടയിൽ ആരോടാണ് താനിത് പറയുക? വിശ്വസിച്ചാൽ തന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ആൾക്കാരുണ്ടായിരിക്കണം. അതിന് പറ്റിയ തങ്ങളുടെ സുഹൃത്തുക്കളാണിത്. അപ്പോൾ മോഹൻലാലിൻ്റെ ആദ്യ സിനിമ ചെയ്തപ്പോൾ സുരേഷ് കുമാർ അടക്കമുള്ളവരാണ് വന്നത്. ആ കൂട്ടത്തിൽ ഒടുക്കം വന്ന ആളാണ് പ്രിയദർശൻ എന്നാലോചിക്കണം. പ്രിയദർശൻ നന്നായിട്ട് സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു, സംവിധാനം ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്, തൻ്റെ സ്ക്രിപ്റ്റുകൾ മറ്റുള്ളവരുടെ പേരിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിജീവിയായ പ്രിയദർശനെ വെച്ചിട്ട് പിന്നീട് സുരേഷ് കുമാറാണ് ഒരു പടം സംവിധാനം ചെയ്യാൻ കൊടുത്തതെന്നായിരിക്കണം. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി വന്നപ്പോൾ മോഹൻലാൽ പ്രിയനോട്, എടാ എനിക്ക് ഇതിൻ്റെ സിനിമയിൽ ഒരു പാട്ട് പാടണം, ധൈര്യമാണ്, ഞാൻ തരാൻ തയ്യാറാണ്, ധൈര്യമുണ്ടോ നിനക്ക് പാടാൻ? അങ്ങനെയാണ് ഒന്നാനാം കുന്നിൽ ഓരടി കുന്നിൽ എന്നൊരു സിനിമയുണ്ട്. വളരെ ചിരിക്കുന്ന നല്ല സിനിമയാണത്. ആ സിനിമയിൽ MG ശ്രീകുമാറിനോടൊപ്പം മോഹൻലാൽ ഒരു പാട്ട് പാടിയെന്ന് ആലോചിക്കണം. സംഗീതമേഘം എന്നുള്ള പാട്ടാണ് പാടിയെന്ന് ആലോചിക്കണം. ആ പാട്ട് എന്തായി? ആ പാട്ട് കൊള്ളാവുന്ന അഭിപ്രായം പറഞ്ഞപ്പോൾ തനിക്ക് ഈ രംഗത്ത് ഭാവി ഉണ്ട് എന്ന് തന്നെയാണ് മോഹൻലാൽ വിചാരിച്ചത്. അപ്പോൾ അഭിനയത്തിന് തിരക്ക്. ആ തിരക്കിനിടയിലും താൻ അഭിനയിക്കുന്ന മിക്ക സിനിമകളിലും ഒരു പാട്ട് പാടാനുള്ള ആഗ്രഹം മോഹൻലാൽ പറഞ്ഞു എന്നാലോചിക്കണം. അത് പല സിനിമകളും, വലിയ പ്രശസ്തമായ സിനിമകളിൽ പോലും മോഹൻലാൽ തൻ്റെ കഥാപാത്രത്തിന് വേണ്ടി പാടിയിട്ട് നൽകി. ഇത് മലയാളത്തിൽ മാത്രമല്ല, തമിഴ്, ഹിന്ദി, തെലുങ്ക്, ഇംഗ്ലീഷ് അടക്കമുള്ള ഭാഷകളിൽ ഏകദേശം ഒരു 50 പാട്ട് പാടിയിട്ടുണ്ട് മോഹൻലാൽ എന്നാലോചിക്കണം. അങ്ങനെ 50 സിനിമ പാട്ട് മാത്രമല്ല, അയ്യപ്പ ഭക്തി ഗാനങ്ങളുടെ കാസറ്റ് പാടിയിട്ടുണ്ട് ആലോചിക്കണം. ക്രിസ്തീയ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അങ്ങനെ കുറേ നാടൻ പാട്ട്, ഇങ്ങനെ കുറേ കാസറ്റുകൾക്ക് വേണ്ടിയും മോഹൻലാൽ കുറേ പാടിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രത്യക്ഷത്തിൽ അറിയപ്പെടാത്തൊരു മുഖമാണ് മോഹൻലാലിൻ്റെ സംഗീത രംഗം എന്നാലോചിക്കണം. ഇപ്പം നടൻ എന്ന രീതിയിൽ മാത്രമാണ്, ഇപ്പം ഇനി സംവിധായക രീതിയിൽ മാത്രമാണ് മോഹൻലാൽ കൂടുതൽ അറിയപ്പെടുക. അല്ല,
ഒരുപക്ഷെ ഈ നടൻ എന്ന നിലയിൽ തന്നെ നിങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ വളരെ പ്രസക്തിയുണ്ട്. ശരിക്കും മോഹൻലാൽ നല്ല ഗായകനാണ് എന്ന് പറയുന്ന രീതിയിൽ അതിന് മോഹൻലാലിൻ്റെ പഴയ പാട്ടുകളെല്ലാം തിരഞ്ഞെടുത്താൽ ഒരു വലിയ നമ്പർ തന്നെ നമുക്ക് കിട്ടുന്ന ആലോചിക്കണം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ മോഹൻലാൽ നടനാണ്, നിർമ്മാതാവാണ്, വിതരണക്കാരനാണ്, സംവിധായകനാണ്, പാട്ടുകാരനാണ്. ഇനി എന്തൊക്കെ ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം ബഹുമുഖ പ്രതിഭകളുള്ളവർ കുറേ പേര് ഇവിടെ ഉണ്ടെന്നാലും അവരെല്ലാം തളയ്ക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നതായിരിക്കണം. മോഹൻലാൽ വളരെ പ്രശസ്തി നിൽക്കുമ്പോൾ മോഹൻലാലിനെ ഔട്ടാക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഇനി ആരെങ്കിലും ഔട്ടാക്കിയാൽ തന്നെ സ്വന്തം ആന്റണി പെരുമ്പാവൂരടക്കമുള്ളവർ തൻ്റെ സിനിമയിൽ നിർബന്ധമായും മോഹൻലാൽ അഭിനയിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ മോഹൻലാൽ ധൈര്യപൂർവ്വം ഇനി പറ്റുരംഗങ്ങളിലേക്ക് പോകാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ വരാനിരിക്കുന്ന പുതിയ സിനിമ, സ്വന്തം സിനിമ സംവിധാനം ചെയ്ത സിനിമ വളരെയേറെ പ്രതീക്ഷയോടെയാണ് മോഹൻലാൽ കാത്തിരിക്കുന്നത്. പക്ഷേ അതിലത്തെ ചില രഹസ്യങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല. അതിൽ മോഹൻലാൽ പാടിയോ എന്ന് ചോദിക്കുന്നവർക്ക് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പാടില്ല. കാരണം അത്ര രഹസ്യമായിട്ടാണ് ഇപ്പോൾ സിനിമകളെല്ലാം കൊണ്ട് നടക്കുന്ന ആലോചിക്കണം. അങ്ങനെ സിനിമ കൊണ്ട് നടക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയണമെങ്കിൽ ഒന്നുകിൽ ഇത് റിലീസ് ചെയ്യുന്ന തലേ ദിവസം, അല്ലെങ്കിൽ ഈ സിനിമ പ്രത്യേക ഷോ ആരെങ്കിലും വിളിച്ച് പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുമെന്ന് ആലോചിക്കണം. അല്ലാതെ കഴിയാൻ പറ്റുന്നില്ല. ലൊക്കേഷനുള്ള രഹസ്യം പുറത്തു വിടുന്നില്ല. രഹസ്യം പുറത്തു വിട്ടാൽ അത് ആരാണെന്ന് അറിയാനുള്ള സംവിധാനം പോലും അവർക്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്തോ ആകട്ടെ, നമുക്ക് നല്ല സിനിമകളെ കാണാം. മോഹൻലാൽ നല്ല പാട്ട് പാടിയാൽ അത് പാടി നമുക്ക് ആ പാട്ട് ആസ്വദിക്കാം. ഇതിനെ ചുവട് പിടിച്ചുകൊണ്ടാണ്, മോഹൻലാലിനെ ചുവട് പിടിച്ചുകൊണ്ടാണ് മറ്റു പല നടന്മാരും ഇപ്പോൾ കൂടുതൽ പാട്ടുകൾ പാടുന്നു. മമ്മൂട്ടി പോലും കൂടുതൽ പാട്ടുകൾ പാടാൻ മുന്നോട്ട് വന്നിരിക്കുന്നു. മമ്മൂട്ടിയുടെ മകൻ വന്നിരിക്കുന്നു, പൃഥ്വിരാജ് വന്നിരിക്കുന്നു. അങ്ങനെ നിരവധി പേര് സജീവമായിട്ട് പാട്ട് പാടാൻ തന്നെ വന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട്. അതിന് നഷ്ടമാർക്കാണ്? വളരെ ഈ പ്രശസ്തരായ ഇപ്പോൾ KS ചിത്രയ്ക്ക് പകരം പുതിയ നടികൾ വളരെ കുറച്ചേ പാടുന്നുള്ളൂ. അപ്പോൾ പ്രശസ്തമായ പല ഗായകർക്കും അവസരങ്ങൾ കുറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളൊരു പരാതിയുണ്ട്. കാരണം പരാതി അത് ഒന്നോ രണ്ടോ പാട്ടുകൾ മാത്രമാണ് ഇപ്പോൾ സിനിമയിൽ ഉണ്ടാവുന്നത്. അതിൽ ഈ നടന്മാർ പാട്ടുകൾ എടുത്താൽ മറ്റുള്ളവർക്ക് എന്താണ് ചാൻസ് എന്ന് ചോദിക്കുന്നവരുണ്ട്. മുൻപ് അങ്ങനെയായിരുന്നില്ല. ഒരു സിനിമയിൽ 20 പാട്ട് വരെയുള്ള സിനിമകൾ ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്. അതേ സ്ഥാനത്താണ് പാട്ടുകളില്ലാത്ത സിനിമ, പാട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പാട്ടുകളുള്ള സിനിമ. ആ രീതിയിലേക്ക് മലയാള സിനിമ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ വളർന്നു കഴിയുമ്പോഴും പാട്ട് പാടാനുള്ള തൻ്റെ അദമ്യമായ ആഗ്രഹം ലാല് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്, പാടിക്കൊണ്ടിരിക്കുക തന്നെയാണെന്ന് ആലോചിക്കണം. പക്ഷെ നമ്മളിനി കേൾക്കേണ്ടത് ലാലിൻ്റെ വരാനിരിക്കുന്ന സിനിമയിലെ ഇംഗ്ലീഷ് ഗാനമാണെന്ന് ആലോചിക്കണം. ആ ഗാനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.